തുടങ്ങാനുള്ളത് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള അടുത്ത മെത്തേഡിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസിനെ കുറിച്ചിട്ടായിരുന്നു. മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് ആ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഎഫിഷ്യൻസ് എല്ലാം തന്നെ എന്ത് വരണം, കോൺസ്റ്റൻസ് വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അതല്ലാത്ത കോൺസ്റ്റൻസ് കോഎഫിഷ്യൻസ് കോൺസ്റ്റൻസ് വരാത്ത ഇഷ്ടം പോലെ കേസസ് ഉണ്ടായിരുന്നു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കോഎഫിഷ്യൻസ് ആയിട്ട് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും വരാം. അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. സോ അവിടെ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതല്ലാതെ ടൈപ്പ് ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അതിന് യൂസ് ചെയ്യാവുന്ന മെത്തേഡാണ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. നമ്മൾ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ ഒരു മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് വന്നിരുന്നു. ഇവിടെ സെക്കൻഡ് ഓർഡറിൽ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ യൂസ് ചെയ്യുന്നത് കോഎഫിഷ്യൻസ് കോൺസ്റ്റന്റ് അല്ലാത്ത ആർബിട്രറി ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാം. സോ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ഈസ് യൂസ്ഡ് ടു സോൾവ് the second order non-homogeneous equations with coefficients as arbitrary functions. അതായത് കോഎഫിഷ്യൻസ് ആർബിട്രറി ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത്. സോ ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത് y ഡബിൾ ഡാഷ് പ്ലസ് p ഓഫ് t y ഡാഷ് പ്ലസ് q of t y that's equal to g of t. ഇങ്ങനെയുള്ള ഒരു സെക്കൻഡ് ഓർഡർ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ. ഇതിൽ p q എന്ന് പറയുന്നതെല്ലാം തന്നെ എന്താണ്, ഫങ്ഷൻസ് ആണ്, ആർബിട്രറി ഫങ്ഷൻസ് which is defined on an open interval i and continuous in i എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഓപ്പണും ആണ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെയുള്ള ഫങ്ഷൻസ് ഉള്ളൊരു ഇക്വേഷൻ ഇത് എങ്ങനെ സോൾവ് ചെയ്യാം? അതിനൊരു ഫോർമുലയുണ്ട് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ യൂസ് ചെയ്യാനായിട്ട്. നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി ഹോമോജീനിയസിന്റെ സൊല്യൂഷൻ കാണാൻ അറിയാം. അത് ഏത് ടൈപ്പ് ഇക്വേഷൻ ആയാലും നമുക്ക് പ്രശ്നമില്ല. y1 y2 അവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ അവിടെ ഉണ്ട് പ്രശ്നം. എന്താണ്? കോഎഫിഷ്യൻസ് എന്ത് വരണം, കോൺസ്റ്റൻസ് വന്നാൽ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എന്താണ് പറയുന്നത്, കോഎഫിഷ്യൻസ് കോൺസ്റ്റന്റ് അല്ല, പകരം എന്താണ്, ആർബിട്രറി ഫങ്ഷൻസ് ആണ്. സോ ആ മെത്തേഡും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കോഎഫിഷ്യൻസ് എല്ലാം തന്നെ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആണെങ്കിൽ ഇവിടുത്തെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് yp എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് മൈനസ് y1 ഇന്റഗ്രൽ y2 into g divided by Wronskian into dt plus y2 into integral y1 into g by Wronskian into dt. ഇങ്ങനെയാണ് yp വരുന്നത്. പക്ഷെ ഇവിടെയും ഇപ്പം നമ്മൾ പഠിക്കുന്നതിലും ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് അല്ലെങ്കിൽ ഡിസെഫക്റ്റ് ഉണ്ടെന്ന് പറയാം. എന്താണ്, ഈ റോൺസ്കിയൻ ആണെങ്കിൽ അല്ലെങ്കിൽ റോൺസ്കിയൻ അല്ല y1 y2 കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം, ഇക്വേഷൻസ് സോൾവ് ചെയ്യണം. അല്ലെ ഹോമോജീനിയസ് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കിട്ടുന്ന ജനറൽ സൊല്യൂഷനിൽ YHലെ സൊല്യൂഷൻസിനെയാണ് y1 y2 ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അവിടെ ഹോമോജീനിയസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ ഏത് മെത്തേഡേ പഠിച്ചിട്ടുള്ളൂ, കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്യാനേ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളൂ. സോ ഇവിടെ ആയാലും നിങ്ങൾക്ക് പഠിക്കാനുള്ളതിന് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ തന്നെയാണ് വീണ്ടും വരുന്നത്. കോഎഫിഷ്യൻസ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന തരത്തിൽ തന്നെയാണ് നിങ്ങളും പഠിക്കുന്നത്. കാരണം y1 y2 കണ്ടെത്താൻ നമ്മൾ വേറെ മെത്തേഡൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ തൽക്കാലം yp കണ്ടെത്താൻ ഒരു എക്സ്ട്രാ മെത്തേഡ് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസിൽ g ഓഫ് t എന്ന് പറയുന്നത് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് വാല്യൂസ് ഉണ്ട്. കുറച്ച് നമ്മൾ ആ ടേബിളിൽ പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് yp മാത്രമേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ g ഓഫ് t ഏത് വന്നാലും നമുക്ക് എന്ത് ചെയ്യാം, yp കാൽക്കുലേറ്റ് ചെയ്യാം. സോ പർട്ടിക്കുലർ സൊല്യൂഷൻ കാണാനായിട്ട് g ഓഫ് t ഏത് വന്നാലും പർട്ടിക്കുലർ സൊല്യൂഷൻ കാണാനായിട്ട് ഈ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ യൂസ്ഫുൾ ആണ്. കോൺസ്റ്റൻസും
കോഎഫിഷ്യൻസ് കോൺസ്റ്റൻസ് വരുന്നത് അവിടെ നിൽക്കട്ടെ, അതൊന്നും ഇപ്പോൾ തൽക്കാലം നമ്മൾ കൺസിഡർ ചെയ്യില്ല. നമ്മൾ ഏതാ നോക്കുന്നുള്ളൂ, ജി ഓഫ് ടി ഏത് വന്നാലും കറസ്പോണ്ടിങ് വൈ പി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് വൈ എച്ച് നമുക്ക് സാധാരണ ചെയ്യണ പോലെ തന്നെ ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നുള്ളൂ. അല്ലാത്ത മെത്തേഡ്സ് ഒക്കെ ഇനി ഹയർ ഡിഗ്രി ക്ലാസ്സസിലൊക്കെ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ തൽക്കാലം വൈ എച്ച് കാണാൻ നമ്മൾ സാധാരണ മെത്തേഡ് തന്നെ പഠിക്കുന്നുണ്ട്. സോ തന്നിരിക്കുന്ന ഇക്വേഷൻ ഇവിടെ തന്നെയായിരിക്കും, കോഎഫിഷ്യൻസ് കോൺസ്റ്റൻസ് തന്നെയായിരിക്കും നമ്മളിപ്പോൾ ചെയ്യുന്നത്. ജി ഓഫ് ടി എന്ന് പറയുന്നത് മാത്രം ഏത് ടേം വേണമെങ്കിലും വരാം. അതിന് ആ ടേബിൾ നോക്കണമെങ്കിൽ ഏത് ജി ഓഫ് ടി വന്നാലും കറസ്പോണ്ടിങ് വൈ പി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫോർമുല എന്ന് പറയുന്നത് -y1 ഇൻറ്റു ഇൻ്റഗ്രൽ y2g ഡിവൈഡഡ് ബൈ റോൺസ്കിയൻ. y1 y2 എന്ന് പറയുന്നത് രണ്ട് സൊല്യൂഷൻസ്, നമുക്ക് ആ ഹോമോജീനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന രണ്ട് സൊല്യൂഷൻസ് ആണ് y1 y2 എന്ന് പറയുന്നത്. സോ y1 y2 കിട്ടിക്കഴിഞ്ഞാൽ റോൺസ്കിയൻ എങ്ങനെ കാണാം, ഡിറ്റർമിനന്റ് ഓഫ് y1 y2 y1 ഡാഷ് y2 ഡാഷ്. So plus y2 into integral y1 into g by Wronskian with respect to dt. ഇതാണ് yp പർട്ടിക്കുലർ സൊല്യൂഷൻ കാണാനുള്ള അടുത്ത മെത്തേഡ്. ഇവിടെ ഒരു ഗുണം ഇത് മാത്രമേ ഉള്ളൂ. എന്താണ് നമുക്ക് പഠിക്കുമ്പോഴുള്ള ഗുണം, ജി ഓഫ് ടി ഏത് വന്നാലും അതിൻ്റെ കറസ്പോണ്ടിങ് yp കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻ്റിൽ എങ്ങനെയായിരുന്നു, ആ പർട്ടിക്കുലർ ജി ഓഫ് ടി ടേബിളിൽ തന്നിട്ടുള്ള പർട്ടിക്കുലർ ജി ഓഫ് ടി കാണാൻ മാത്രമേ അതിൻ്റെ കറസ്പോണ്ടിങ് വൈ പി മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. ഇവിടെ അതില്ല. അതാണ് ഇപ്പോൾ നമുക്കുള്ളൊരു ഗുണം. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്ത് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ആ ടേബിളിലുള്ള ജി ഓഫ് ടി തന്നെയാണെന്നുണ്ടെങ്കിൽ ആ മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സോ ആദ്യത്തെ പ്രോബ്ലം ചെയ്യാം നമുക്ക്. Solve y double dash plus y equal to ct. ഈ ct എന്നുള്ള റൈറ്റ് ഹാൻഡ് സൈഡ് ടേം ആ ടേബിളിൽ ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ തന്നെ യൂസ് ചെയ്തേ പറ്റുള്ളൂ. അവിടെ അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്ത് ചെയ്യണം, ആദ്യം y1 y2 അറിയണം. y1 y2 അറിയണമെങ്കിൽ എന്ത് വേണം, കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ എഴുതി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്യണം. സോ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെയായിരിക്കും വരിക, m² + 1 = 0 which implies m = ± I. സോ സൊല്യൂഷൻ എന്ത് വരും, YH = കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട് ആണ്, ഇവിടുത്തെ റിയൽ പാർട്ട് ആബ്സെന്റ് ആണ്, അതുകൊണ്ട് തന്നെ എന്ത് വരും, a cos qt, qtയുടെ q 1 ആണ്, cos t പ്ലസ് b sin t. ഇതാണ് YH വരുന്നത്. ഇതിന് നമുക്ക് എന്ത് എഴുതാം, y1 ഉം y2 എഴുതാം. നമുക്കറിയാം YH എന്ന് പറയുന്നത് എന്താണ്, രണ്ട് സൊല്യൂഷൻസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ് എഴുതുന്നത്. ഇവിടുത്തെ y1 ഉം y2 എന്താ വരിക, y1 എന്ന് പറയുന്നത് cos t, y2 എന്ന് പറയുന്നത് sin t. ഇനി റോൺസ്കിയൻ കണ്ടുകൂടെ എങ്ങനെയാണെങ്കിൽ, റോൺസ്കിയൻ എന്ത് വരും, ഡിറ്റർമിനന്റ് ഓഫ് y1 y2 y1 ഡാഷ് y2 ഡാഷ്, അതായത് cos t sin t, cos t യുടെ ഡെറിവേറ്റീവ് മൈനസ് sin t, sin t യുടെ ഡെറിവേറ്റീവ് cos t. ഇവിടെ എന്ത് വരും, cos² t മൈനസ് sin² t, that is cos² t plus sin² t 1 വന്നു റോൺസ്കിയൻ. y1 cos t y2 sin t റോൺസ്കിയൻ എന്നുള്ളത് w. ഇനി നമുക്ക് നേരിട്ട് yp കാണാനുള്ള ഫോർമുലയിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. yp എന്ത് വരും, yp = മൈനസ് y1, അതായത് മൈനസ് cos t ഇൻറ്റു ഇൻ്റഗ്രൽ y2 ഇൻറ്റു g. y2 എന്ന് പറയുന്നത് sin t ഇൻറ്റു g. g എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ് ടേം sec t ആണ്, ഡിവൈഡഡ് ബൈ റോൺസ്കിയൻ 1 ഇൻറ്റു dt പ്ലസ് y2 എന്താ വരുന്നത് ഇവിടെ, sin t. സോ sin t ഇൻറ്റു ഇൻ്റഗ്രൽ y1 എന്ന് പറയുന്നത് cos t ഇൻറ്റു gt, ദാറ്റ് ഈസ് sec t ബൈ 1 dt. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു മൈനസ് cos t ഇന്റഗ്രൽ sec t എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ബൈ cos t. സോ sin t ബൈ cos t dt പ്ലസ് sin t ഇൻറ്റു cos t ഇൻറ്റു 1 ബൈ cos t വരും, cos t ക്യാൻസൽ ചെയ്ത് ബൈ 1 ഇൻറ്റു dt. ഇവിടെ എന്താ പറയുക, മൈനസ് cos t ഇന്റഗ്രൽ cos t യുടെ ഡെറിവേറ്റീവ് ആണ് sin t, മൈനസ് sin t. ഇവിടെ ഒരു മൈനസിന്റെ കുറവുള്ള, അപ്പോൾ ഇവിടെ എന്ത് വരും, ഇന്റഗ്രൽ f ഡാഷ് ഓഫ് x ബൈ f ഓഫ് x വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഇന്റഗ്രൽ, log f ഓഫ് x. അപ്പോൾ ഇവിടെ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ln മോഡ് cos t. ഞാൻ പറഞ്ഞിട്ട് ഇവിടെ എല്ലാം നമ്മൾ എന്താണ് എടുക്കുന്നത്, വിത്ത് റെസ്പെക്ട് ടു ബേസ് e ആണ്, ln ആണ് എടുക്കുന്നത്.
ln cos t പ്ലസ് sin t dt യുടെ ഇന്റഗ്രൽ t. ഇവിടെ എന്ത് വരും? മൈനസും മൈനസും പ്ലസ് ആയി cos t ഇൻറ്റു ln mod cos t പ്ലസ് t sin t. ഇതാണ് ഇവിടുത്തെ എന്ത് വരുന്നത്? y p വരുന്നത്. y h ഓൾറെഡി എന്ത് കിട്ടിയിട്ടുണ്ട്? a cos t പ്ലസ് b sin t. സോ y എന്ന് പറയുന്നത് എന്തൊരു ജനറൽ സൊല്യൂഷൻ? a cos t പ്ലസ് b sin t പ്ലസ് cos t ഇൻറ്റു ln cos t പ്ലസ് t sin t. ഇത്രയായിരിക്കും തന്നിരിക്കുന്ന ആ നോൺ ഹോമോജീനിയസ് ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. കൂടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരു ഗുണം ഈ മെത്തേഡ് കൊണ്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി ഓഫ് ടി ഏത് ടേം ആയാലും ആ ടേബിളിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, എന്ത് ചെയ്യാം? ഈ മെത്തേഡ് വെച്ച് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് YP കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ശരിക്ക് ഈ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയും ക്യൂവും എന്തായിരിക്കണം? ആർബിട്രറി ഫംഗ്ഷൻസ് വന്നാലും സോൾവ് ചെയ്യാൻ പറ്റണം. അപ്പം അങ്ങനത്തെ കേസിൽ y1 y2 കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ വേറെ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യണം. ആ മെത്തേഡൊന്നും നിങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, അത് ഇനിയുള്ള PG-യിലൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ മിക്കവാറും കോഎഫിഷ്യൻസ് എന്തുതന്നെയായിരിക്കും? കോൺസ്റ്റൻസ് തന്നെയായിരിക്കും തരിക. ജി ഓഫ് ടി മാത്രമേ മാറി വരുന്നുള്ളൂ, ആ ടേബിളിൽ ഇല്ലാത്ത വാല്യൂസ് വരാൻ പോകുന്നുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, എക്സാമിന് എടുത്ത് പറഞ്ഞിട്ടില്ല സോൾവ് ബൈ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സിന് എടുത്ത് പറഞ്ഞിട്ടില്ല. ജി ഓഫ് ടി എന്ന് പറയുന്നത് ആ ടേബിളിലുള്ള വാല്യൂസ് തന്നെയാണെങ്കിൽ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് തന്നെ ചെയ്യാൻ നോക്കുക. അതാണ് കുറച്ചുകൂടി ഈസിയർ. ഇവിടെ കണ്ടമാനം ഇൻ്റഗ്രേഷനും സൊല്യൂഷൻസ് ഒക്കെ വരുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. ആ മെത്തേഡ് തന്നെ കൂടുതൽ യൂസ് ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ ജി ഓഫ് ടി ആ ടേബിളിൽ ഇല്ലാത്തൊരു വാല്യൂ ആണെങ്കിൽ വേറെ നിവൃത്തിയില്ല, ഈ മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, പിന്നെ ശ്രദ്ധിക്കേണ്ടത് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ യൂസ് ചെയ്യുമ്പോൾ ഇക്വേഷൻ എപ്പോഴും ഏത് ഫോർമുലയിലായിരിക്കണം? y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി ഇൻറ്റു വൈ ഈക്വൽ ടു ജി ഓഫ് ടി എന്നുള്ള ജനറൽ ഫോമിലായിരിക്കണം എപ്പോഴും ഇക്വേഷൻ വേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സോൾവ് ബൈ എൻ ഡി ടി ഡി സ്ക്വയർ പ്ലസ് 4d പ്ലസ് 4 ഇൻറ്റു വൈ ഈക്വൽ ടു e raised to minus 2t by t square. ഇങ്ങനെ തന്നാൽ എന്താ മീനിങ്? ഡി എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഡി സ്ക്വയർ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഡബിൾ ഡാഷ് പ്ലസ് 4dy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു e raised to minus 2t by t square. പിന്നെ എന്ത് ചെയ്യണം? y1 y2 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ എടുത്തു, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുത്തു, സോൾവ് ചെയ്തു. സോൾവ് ചെയ്യുമ്പോൾ എമ്മിന്റെ വാല്യൂ ഇവിടെ -2 വരെ തരും. ജനറൽ സൊല്യൂഷൻ എന്നുള്ളത് അല്ല YH എന്നുള്ളത് C1 പ്ലസ് C2t ഇൻറ്റു e raised to minus 2t എന്ന് കിട്ടും. റിപ്പീറ്റഡ് റൂട്ടാണ് വരുന്നത് ഇവിടെ, -2 എന്നുള്ള റിപ്പീറ്റഡ് റൂട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ C1 പ്ലസ് C2t ഇൻറ്റു e raised to minus 2t എന്ന് കിട്ടും. y1 ഈക്വൽ ടു e raised to minus 2t, y2 ഈക്വൽ ടു t e raised to minus 2t കിട്ടും. ഇനി എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? നമുക്ക് ഇതിന്റെ റോൺസ്കിയൻ കാൽക്കുലേറ്റ് ചെയ്യണം. റോൺസ്കിയൻ എന്ത് വരും? y1 y2 that is e raised to minus 2t t e raised to minus 2t. ഇതിന്റെ ഡെറിവേറ്റീവ് -2 e raised to minus 2t. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ വരും -2t e raised to minus 2t plus e raised to minus 2. ഇവിടെ ലിമിറ്റ് എടുക്കുമ്പോൾ എന്ത് ഡെറിവേറ്റീവ് ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ -2t e raised to minus 2t into e raised to minus 2t e raised to minus 4t. പിന്നെ ഇവിടെ മൈനസ് ഉണ്ട്, മൈനസും മൈനസും പ്ലസ് ആവും, പ്ലസ് സോറി ഇവിടെ ഒരു ടേം കൂടി ഉണ്ട്, e raised to minus 2t into minus 2t e raised to minus 4t plus e raised to minus 4t. ഇനി അടുത്ത ടേം എടുത്തു, മൈനസും മൈനസും പ്ലസ് ആയി, പ്ലസ് 2t e raised to minus 4t. സോ അതൊന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ ഡിറ്റർമിനന്റിന്റെ വാല്യൂ അതായത് റോൺസ്കിയൻ e raised to minus 4t വന്നു. ഇനി എന്ത് ചെയ്യണം? YP കണ്ടെത്തണം. YP എന്ന് പറയുന്നത് എന്താണ്? y1 into minus y1 into integral y2 g by Wronskian plus
y2 into integral y1 into g divided by constant. So y2 equal to minus y1 എന്ന് പറയുന്നത് എന്താണ് e raised to minus 2t integral y2 എന്ന് പറയുന്നത് t e raised to minus 2t into g of t എന്ന് പറയുന്നത് e raised to minus 2t by t square whole divided by Wronskian എന്ന് പറയുന്നത് e raised to minus 4t കിട്ടിയിട്ടുണ്ട് dt plus y2 t e raised to minus 2t into integral e raised to minus 2t into e raised to minus 2t by t square whole divided by Wronskian that is e raised to minus 4t dt. ഇവിടെ ഇത് കാണുമ്പോൾ വലിയൊരു ഇക്വേഷൻ ആയിട്ട് തോന്നണമെങ്കിൽ സംഭവമൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും. e raised to minus 2t e raised to minus 2t എന്ന് പറയുന്നത് e raised to minus 4t e raised to minus 4t minus 2t ക്യാൻസൽ ചെയ്ത് പോയി dt ഇവിടെ ക്യാൻസൽ ചെയ്തു. സിമിലർലി ഇവിടെ e raised to minus 4t ക്യാൻസൽ ചെയ്ത് പോയി. സോ ഇവിടെ എന്ത് വരും മൈനസ് e raised to minus 2t integral 1 by t dt plus t e raised to minus 2t integral 1 by t square dt. ഇത്രയാണ് വരുന്നത്. 1 by t integral നമുക്കറിയാം എന്താണ് ln t. ഇവിടെ yp equal to e raised to minus 2t into ln t plus t e raised to minus 2t into t raised to minus 2 ന്റെ ഇന്റഗ്രൽ minus t raised to minus 1 വരും. minus t raised to minus 1 ഈ t raised to minus 1 ഉം t യും കൂടി ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് വന്നു t to the power 0 വന്നു. സോ നമ്മുടെ yp എന്ന് പറയുന്നത് e raised to minus 2t കോമൺ ആയിട്ട് ഔട്ട് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ln t ഇവിടെ എന്ത് വരും മൈനസ് 1. ഇതാണ് yp എന്ന് പറയുന്നത്. ഇനി yh പ്ലസ് yp ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ കിട്ടും. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി പറയാനുള്ളത് നമ്മുടെ ഓയിലർ കോഷി ഇക്വേഷന്റെ ഫോർമുലയിലാണ്. ഓയിലർ കോഷി ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതായിരുന്നു ഫോം t square y double dash minus 4ty dash plus 6y that's equal to 21t raised to minus 1. ഇതെന്താണ് ഓയിലർ കോഷി ഇക്വേഷന്റെ ഫോർമുലയാണ്. അപ്പോൾ ഓയിലർ കോഷി ഇക്വേഷന്റെ ഫോർമുല തന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കാണാൻ നമുക്കറിയാം എന്തായിരുന്നു m സ്ക്വയർ പ്ലസ് a മൈനസ് 1 ഇൻറ്റു m പ്ലസ് p. ഇവിടെ a എന്ന് പറയുന്നത് -4 p എന്ന് പറയുന്നത് 6. അപ്പോൾ m സ്ക്വയർ പ്ലസ് a മൈനസ് 1 അതായത് -4 മൈനസ് 1 ഇൻറ്റു m പ്ലസ് 6 ഈക്വൽ ടു 0. കൂടെ എന്ത് വന്നു m സ്ക്വയർ മൈനസ് 5m പ്ലസ് 6 ഈക്വൽ ടു 0. സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും -5 കിട്ടണമെങ്കിൽ -3ഉം -2. സോ എമ്മിന്റെ വാല്യൂ എന്ത് വരും m ഈക്വൽ ടു 3ഉം 2 ആണ് വരുന്നത്. സോ ഹോമോജീനിയസ് ഇക്വേഷൻ yh ഈക്വൽ ടു c1 e raised to 3t പ്ലസ് c2 e raised to 2t. ഇതാണ് എന്ത് വരുന്നത് yh വരുന്നത്. അപ്പോൾ ഈ yh കാൽക്കുലേറ്റ് ചെയ്യണ വരെ നമ്മൾ സാധാരണ മെത്തേഡ് യൂസ് ചെയ്തു. പക്ഷേ yp കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സിൽ yp കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം അതിനെ ജനറൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം yp കാണാനായിട്ട്. ശ്രദ്ധിക്കണം ഇത് ഓയിലർ കോഷി ഇക്വേഷന്റെ ഫോമിലാണ്. അതുവരെ നമ്മൾ ഹോമോജീനിയസിന്റെ സൊല്യൂഷൻ വരെ കണ്ടു അത് ഓക്കെ. പക്ഷേ ജനറൽ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതായത് ജനറൽ അല്ല സോറി പർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മുടെ yp കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ ദ ജനറൽ ഫോം. അതായത് ജനറൽ ഫോം എന്ന് പറയുന്നത് എന്താണ് y ഡബിൾ ഡാഷ് പ്ലസ് p ഓഫ് t y ഡാഷ് പ്ലസ് q ഓഫ് t y ഈക്വൽ ടു 0. ആ ജനറൽ ഫോമിലായിരിക്കണം എന്ത് വേണ്ടത് yp കാണണമെങ്കിൽ വേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് ടി സ്ക്വയർ ഉണ്ട്. ടി സ്ക്വയർ കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും y ഡബിൾ ഡാഷ് മൈനസ് 4/t y ഡാഷ് പ്ലസ് 6/t സ്ക്വയർ y ഈക്വൽ ടു 21 t raised to 4 t raised to minus 4/t സ്ക്വയർ അതായത് t raised to minus 6. ഇനി എന്ത് കാണാം നമുക്ക് റോൺസ്കിയൻ കാണാം. റോൺസ്കിയൻ എന്താ കിട്ടിയിരിക്കുന്നത് അവിടെ y1 ഉം y2 നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത് ജനറൽ സൊല്യൂഷൻ അവിടെ എന്തായിരുന്നു വന്നിരുന്നത് ഹോമോജീനിയസിന്റെ സൊല്യൂഷൻ c1 t³ പ്ലസ് c2 t സ്ക്വയർ. ഇതാണ്
ഹോമോജീനിയസിന്റെ സൊല്യൂഷൻ വരാം. കാരണം m1 m2 എന്ന് പറയുന്നത് 3 2 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ YH എന്ന് പറയുന്നത് C1 T ക്യൂബ് പ്ലസ് ടി സ്ക്വയർ വന്നു. അപ്പോൾ റോൺസ്കിയൻ എന്ത് വരും? ടി ക്യൂബ് ടി സ്ക്വയർ 3t സ്ക്വയർ 2t t cube into 2t 2t to the power 4 minus 3t to the power 4 t raised to minus t to the power 4 വരും റോൺസ്കിയൻ എന്നുള്ളത്. ഇനി yp എന്നുള്ളത് yp equal to minus y1 അതായത് മൈനസ് ടി ക്യൂബ് ഇൻറ്റു ഇൻ്റഗ്രൽ y2 ഇൻറ്റു ഇവിടുത്തെ വേണം ജി ഓഫ് ടി എടുക്കാനായിട്ട്. നമ്മൾ ഈ ജനറൽ ഫോമിലേക്ക് മാറ്റിയിട്ടുള്ള ജി ഓഫ് ടി വേണം എടുക്കാനായിട്ട്. അപ്പോൾ ടി റേസ് ടു മൈനസ് 6 divided by minus t to the power 4 dt plus t square integral t cube into t to the power minus 6 by minus t raised to 4 dt. ഇത്രയായിരിക്കും yp കാണാനുള്ള ഫോർമുല വരുന്നത്. ഇനി ഇവിടെ സിമ്പിൾ ആയിട്ട് പറ്റിയിട്ടുള്ളൂ. ഇവിടെ എന്ത് വരും? വാല്യൂസ് എല്ലാം ചെയ്യുമ്പോൾ 2 മൈനസ് 6 എന്ന് പറയുന്നത് -4. ഇവിടുത്തെ 4 വരുമ്പോൾ -4 ആയി. അപ്പോൾ -4 -4 ടി ടു ദ പവർ -8 ആയി. ഈ മൈനസും മൈനസും പ്ലസ് ആയി. 21 ടി ടു ദ പവർ -6 ഉണ്ട്. 21 കോൺസ്റ്റന്റ് ഔട്ട് സൈഡിലേക്ക് എടുത്തപ്പോൾ 21 ടി ക്യൂബ് ടി ടു ദ പവർ -8 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -8 + 1 ടി ടു ദ പവർ -7 ബൈ -7 വരും. ഇവിടെ എന്ത് വന്നു? ഈ മൈനസ് ഔട്ട് സൈഡിലേക്ക് എടുക്കുമ്പോൾ -21 ഔട്ട് സൈഡിലേക്ക് എടുത്തു. -6ഉം 3ഉം കൂടി ചെയ്യുമ്പോൾ -3 -3ഉം -4ഉം -7. അപ്പോൾ ടി ടു ദ പവർ -7 വരും. ടി ടു ദ പവർ -7 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി ടു ദ പവർ -6 ബൈ -6 എന്ന് വന്നു. ഇനി എന്ത് വരും? ഇവിടെ ഈ 7ഉം 3ഉം കൂടിയൊക്കെ എന്ത് വരും? ബാക്കി ചെയ്യുമ്പോൾ ഈ 7ഉം 21ഉം ക്യാൻസൽ ചെയ്ത് പോയി. സോ -3 ഇവിടെ ടി ടു ദ പവർ -4 പ്ലസ് 21/6 ടി സ്ക്വയർ ഉണ്ട്. ടി ടു ദ പവർ -4 വരും. അപ്പോൾ ടി ടു ദ പവർ -4 ഔട്ട് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ -3 പ്ലസ് 21/6 6 ഇൻറ്റു -3 -18 -18 plus 21 എന്ത് വരും? ഇവിടെ ക്യാൻസലേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1/2 കിട്ടും. therefore 1/2 ടി ടു ദ പവർ -4. ഇത്രയായിരിക്കും നമ്മുടെ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ബൈ യൂസിങ് ദ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇൻ ജനറൽ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം തന്നെ ആർബിട്രറി ഫങ്ഷൻസ് വരുന്ന കേസിൽ വിച്ച് ആർ കണ്ടിന്യൂസ് ഓൺ ദ ഓപ്പൺ ഇൻ്റർവെൽ അത്രയേ പറയുന്നുള്ളൂ. അങ്ങനത്തെ കേസിലാണ് ശരിക്കും മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്കിവിടെ പഠിക്കാനുള്ളത് അതുപോലെ ജി ഓഫ് ടി എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഏതെങ്കിലും ഒരു ടേം ആയിരിക്കും. പക്ഷേ നമുക്കിവിടെ പഠിക്കാനുള്ളത് ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് തന്നെ ജി ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് ആ ടേബിളിൽ ഇല്ലാത്ത ഏതെങ്കിലും വാല്യൂ വന്നു കഴിഞ്ഞാൽ അവിടെ YP കാണാനായിട്ടാണ് നമ്മളിവിടെ MVP യൂസ് ചെയ്യുന്നത്. നമ്മൾ ഹോമോജീനിയസ് ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്ത് സൊല്യൂഷൻ കാണാൻ y1 y2 കാണാൻ ഇതുവരെ പഠിച്ചിട്ടുള്ളൂ. വേറെ മെത്തേഡൊന്നും തന്നെ പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇക്വേഷൻസിൻ്റെ കോഎഫിഷ്യൻസ് എന്തായിരിക്കും? കോൺസ്റ്റൻസ് തന്നെയായിരിക്കും. ജി ഓഫ് ടി എന്ന് പറയുന്നത് നമ്മുടെ ആ ടേബിളിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ടേം ആയിരിക്കും. അങ്ങനെ വന്നാൽ YP കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഫോർമുല -y1 ഇൻറ്റു ഇൻ്റഗ്രൽ y2 ഇൻറ്റു ജി ഓഫ് ടി ബൈ റോൺസ്കിയൻ ഓഫ് ഇൻറ്റു ഡി ടി വിത്ത് പ്ലസ് y2 ഇൻറ്റു ഇൻ്റഗ്രൽ y1 g ബൈ റോൺസ്കിയൻ ഇൻറ്റു ഡി ടി. റോൺസ്കിയൻ എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് ഓഫ് y1 y2 ബൈ y1 ഡാഷ് y1 y2 y1 ഡാഷ് y2 ഡാഷ്. ഇതാണ് റോൺസ്കിയൻ. ചോദിക്കാം ചിലപ്പോൾ സോൾവ് ബൈ യൂസിങ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെത്തേഡ് തന്നെ ചെയ്താലേ മാർക്ക് കിട്ടുള്ളൂ. അതല്ല ജി ഓഫ് ടി നമുക്ക് അറിയാവുന്ന ഒരു ടേം തന്നെയാണെങ്കിൽ നിങ്ങൾ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻറ്റ് വെച്ച് ചെയ്താൽ മതി, ഇത് യൂസ് ചെയ്യണം എന്നില്ല. പക്ഷേ ജി ഓഫ് ടി നമുക്ക് അറിയാത്ത ഒരു ടേം ആണെങ്കിൽ YP കാണാൻ വേറെ മെത്തേഡൊന്നും നമുക്ക് ഇല്ല, ഇത് തന്നെ യൂസ് ചെയ്യാം.